വിഷ്ണു, കാലിക്കറ്റ് സർവകലാശാലയിൽ പരീക്ഷാ പേപ്പർ ചോരുന്നതും ഉത്തരക്കടലാസുകൾ കാണുന്നതും അത് വീണ്ടും പരീക്ഷകൾ എഴുതിപ്പിക്കുന്നതൊന്നും ഒരു പുതുമയല്ല. ഇപ്പോൾ വീണ്ടും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരക്കടലാസുകൾ കാണുന്നില്ല. അതായത് വിദ്യാർത്ഥികളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഒരു ഉത്തരക്കടലാസ് എന്ന് പറയുന്നത്. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരുടെ മാസങ്ങളോളമുള്ള പ്രയത്നം, ഉറക്കൊഴിച്ചുള്ള പഠനം, അവരുടെ പ്രതീക്ഷകൾ, അങ്ങനെ പലതുമാണ് ഒരു ഉത്തരക്കടലാസ് എന്ന് പറയുന്നത്. ഇത് ഒന്നും രണ്ടും തവണകളല്ല, ഒരുപാട് തവണകളായി പരാതികൾ ഉയരുന്ന ഒരു സംഭവമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉത്തരക്കടലാസ് കാണാതാവുകയും അല്ലെങ്കിൽ ചോദ്യക്കടലാസുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിലൊന്നും യാതൊരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കണ്ടുപോകുന്നത്. പ്രധാനമായിട്ടും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഒരു വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചാണ്, അവരുടെ ജീവിതം വെച്ച് കളിക്കുകയാണ് ഇവിടെ സർവകലാശാലകൾ. ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ആദ്യമായി വരുന്ന ഒരു വിഷയമല്ല ഇത്. ഒരുപാട് തവണ ഇതുപോലെ ആരോപണങ്ങളും അതിന് വേണ്ട നടപടികൾ ഇവർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇവർ എടുക്കുന്നില്ല? ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ഈ കാര്യമെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. കാരണം ഒന്നും രണ്ടും തവണയല്ല, ഈ പരീക്ഷകളൊക്കെ തലേ ദിവസങ്ങളൊക്കെയാണ് മാറ്റിവെക്കുന്നത്. അതായത് അതിനുവേണ്ടി അത്രയും എഫേർട്ട് എടുത്ത് പരീക്ഷ എഴുതാൻ പോകുന്ന നിമിഷമൊക്കെ മാറ്റിവെച്ച ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരുടെ കഷ്ടപ്പാടിനെ ആര് കാണാതിരിക്കും? അല്ലെങ്കിൽ ആര് കാണും? ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സെമസ്റ്റർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് അവൻ അത്രയും കഷ്ടപ്പെട്ട് എഴുതുന്ന ഒരു എക്സാമാണ്. അവിടെയാണ് ഇവിടെ ഉത്തരക്കടലാസ് ഇവിടെ ചോർന്നു പോയിട്ടുള്ളത് അല്ലെങ്കിൽ കാണാതായിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പ്രധാനമായും പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, സെമസ്റ്റർ എക്സാമിൻ്റെ ഫീസിന് വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ ഉത്തരക്കടലാസ് ചോർന്നു പോയാൽ അല്ലെങ്കിൽ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടാൽ അവിടെ കാണുന്നില്ലല്ലോ, അതില്ലാതായാൽ പിന്നെയും അവർ എക്സാം നടത്തുന്നു. അപ്പം പിന്നെ അവിടെ ഫീസ് നേടാൻ പറ്റുന്നു. ഇതാണ് അപ്പോൾ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി വിദ്യാർത്ഥികളുടെ ഒരു മനസ്സിനെ അല്ലെങ്കിൽ അവരെ തളർത്തിക്കൊണ്ട് അവരുടെ ലൈഫ് വെച്ച് അവരുടെ ജീവിതം വെച്ച് കളിക്കുന്ന സർവകലാശാലകളുടെ ഇത്തരം പ്രവണതകൾ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇവിടെ വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചാണ് ഇവർ കളിക്കുന്നത്. ഇവിടെ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇവർ എക്സാം എഴുതാൻ വരുമ്പോൾ ഒരു സെമസ്റ്റർ എക്സാം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവരെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം, അല്ലേ? ഒന്ന് മനസ്സിലാക്കൂ. പരീക്ഷ എഴുതിയ ഒരു ഭാവിക്കായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ജീവൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ നന്നായി പഠിച്ചൊരു എക്സാം എഴുതി നമ്മളെന്താണ് ഇപ്പോൾ വിചാരിക്കുക? ഒരു സർവകലാശാലയിൽ പഠിക്കുമ്പോൾ അവിടുന്ന് പഠിച്ച് നല്ല ബിരുദത്തോടെ ഇറങ്ങണം എന്നല്ലേ വിചാരിക്കുക? എങ്ങനെയാണ് അങ്ങനെ ആഗ്രഹമുള്ള ഒരാളെ എങ്ങനെയാണ് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പോകുന്നത്? ഇവിടെ കണ്ടോ, ഇവിടെ ഉത്തരക്കടലാസ് സൂക്ഷിക്കാനുള്ള ഒരു സിസ്റ്റം പോലും അവർക്കില്ല. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ നടപടിയല്ല അവരുടെ. ഇത് കുറേ നാളായിട്ട് അവരിൽ വരുന്ന ഏറ്റവും വലിയ വിഷയമാണ്. ഇത് ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിന് വേണ്ട നടപടി ആ സർവകലാശാല എടുക്കുന്നില്ല, സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുക്കുന്നില്ല. ഇത് വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ അധികം നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. ഇതിനെ നമുക്കൊന്നും തടയിടാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ കൃത്യമായ നടപടി എടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിഷ്ണു, ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ ഇല്ലേ എന്നുള്ളതാണ്. കാരണം ഇത് ഒരുപാട് ആവർത്തിച്ച് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിനെതിരെ എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വരുന്നില്ല എന്നതും വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ലേ? ഉറപ്പായിട്ടും വിദ്യാർത്ഥി സംഘടനകൾ ചോദ്യം ചെയ്യിക്കണം. നമ്മളിപ്പോൾ ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് CJPയുടെ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് പ്രതിഷേധിച്ച SFIക്കാരെ നമ്മൾ കണ്ടു. ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളെ അവിടെ നമുക്ക് കണ്ടു. പക്ഷെ ഇത്തരം വിഷയങ്ങളും ഇവർ അഡ്രസ്സ് ചെയ്യപ്പെടണം. ചില പ്രതിഷേധങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിന് വേണ്ട നടപടി ചെയ്യണം. രാജ്യം കഴിഞ്ഞ ദിവസം കണ്ടത് ഏറ്റവും വലിയ യുവത്വത്തിൻ്റെ പ്രതിഷേധമാണ്. ഇന്ത്യയിലെ 50% യുവത്വം ഇവിടെ രാജ്യത്ത് പ്രതിഷേധിച്ചതിൻ്റെ മൂലമാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്നത്. ആ യുവത്വത്തിന് എന്തുകൊണ്ട് ഈ ഒരു സർവകലാശാലയുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല? ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ വിഷയമാണോ? അല്ല, ഇവിടെ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് നടന്നു വരുന്നൊരു വിഷയമാണ്. നമ്മൾ ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ ട്രോൾ പേജ് തന്നെ എടുത്താൽ മനസ്സിലാവും എത്രത്തോളം ട്രോളുകളാണ് അതിന് വരുന്നതെന്ന് അറിയോ? ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? ഇതിന് നമുക്ക് ആരെയാണ് കുറ്റം പറയാനാവുക? ഇത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു പ്രത്യേകതയല്ലേ? അല്ലെങ്കിൽ അവരുടെ ഒരു അധ്യാപകരടക്കം ഇതിൽ തെറ്റുകാരാണ്. കാരണം ഇതിനിടെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതെന്ന് വെച്ചാൽ, ഈ അധ്യാപകർ യാത്രാവേളയിൽ വാല്യുവേഷന് വേണ്ടി ഈ ഉത്തരക്കടലാസുകൾ കൊണ്ടുപോകുന്നു, എന്നിട്ട് ട്രെയിനിൽ ഇതിൽ വാല്യുവേഷൻ ചെയ്ത് മറന്നു പോകുന്ന അവസ്ഥ.
പിന്നീട് ആരോ കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് യൂണിവേഴ്സിറ്റിയിലോട്ട് അയക്കുന്ന ഒരു അവസ്ഥ. എത്ര ഉത്തരവാദിത്വം അല്ലെ? ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസ് ഇവിടെ ചെളിയിലും കുളത്തിലും കിടന്ന് കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് പറയുന്നത്. യൂണിവേഴ്സിറ്റിയുടെ വേസ്റ്റ് ബിന്നിൽ നടക്കം ഉത്തരക്കടലാസ് കിട്ടിയതായിട്ട് എന്ത് നിരുത്തരവാദിത്വമാണ് അവരെ കാണിക്കുന്നത് അല്ലെ? വിദ്യാർത്ഥികളോടല്ലേ കാണിക്കുന്നത്? ഇത് കൃത്യമായി ചോദ്യം ചെയ്യാത്തതിന്റെ നടപടിയല്ലേ? അല്ലെങ്കിൽ ആ സർവകലാശാല തന്നെ നിയമപരമായിട്ട് അതിന് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ഇവിടെ സർക്കാരിന്റെ അല്ല ഈ പ്രധാനമായിട്ട് ഇപ്പൊ സർക്കാരിന്റെ ആവാം, അല്ലെങ്കിൽ ആ സർവകലാശാല പുറമെ അതിനെ സംരക്ഷിക്കാൻ നോക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത്. ഇവിടെ ആ ഒരു വിഷയത്തെ മറച്ചുകൊണ്ട് ഇതാരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. ഒരു രാഷ്ട്രീയ സമൂഹം വളർന്നു വന്നോളും. വിദ്യാർത്ഥികളിൽ പൊതുവെ എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, ആരും ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. ഒരു ഫാസിസ്റ്റ് നിലപാടിലേക്ക് കാലിക്കറ്റ് സർവകലാശാല മാറുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത്? ഈ ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ പരീക്ഷാ പേപ്പർ കാണാതാകുമ്പോൾ സിൻഡിക്കേറ്റ് ഉപസമിതികളെ വെച്ച് അന്വേഷണം പ്രഖ്യാപിക്കാറുണ്ട്. എങ്കിലും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു കൃത്യമായ മാതൃകാപരമായ നടപടികൾ എടുക്കുന്നില്ല എന്ന് പലതവണ ആരോപിച്ചിട്ടുണ്ട്. അതെ, ഉറപ്പായിട്ടും. അത് ഇത്തരം നടപടികൾ എടുക്കാത്ത എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നടപടി എന്താണ് വരാത്തത് എന്നുള്ളത് വളരെ അധികം ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. ഈ വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചാൽ ഇവർ ഈ കളിക്കുന്നത് അല്ലേ? ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പേരിൽ അവരുടെ അനാസ്ഥയാണ് പ്രധാനമായിട്ട് ഇതിനൊരു കാരണമായി വരുന്നത് അല്ലേ? ഈ അധ്യാപകർക്കെതിരെയും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇത്തരം നിലപാടുകളാണ് സ്വീകരിക്കുന്നതെങ്കിൽ നാളെ എനിക്കിപ്പോൾ ഒരു സർവകലാശാലയിൽ പഠിക്കണം, ഒരു PG ചെയ്യണം, അല്ലെങ്കിൽ ഒരു UG, ഇവിടെ +2 കഴിഞ്ഞിട്ട് UG ചെയ്യാനോ PG ചെയ്യാനോ ചെല്ലുന്ന ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് കാലിക്കറ്റ് സർവകലാശാല അപ്ലൈ ചെയ്യുന്നത്? എന്ത് വിശ്വാസത്തിന്റെ പേരിൽ അവർ അപ്ലൈ ചെയ്യണം കാലിക്കറ്റ് സർവകലാശാലയിൽ? കാരണം നിരന്തരമായിട്ട് ഉത്തരക്കടലാസ് നഷ്ടപ്പെടുകയാണ്. ഇതാരും ചോദ്യം ചെയ്യുന്നില്ല അല്ലെ? ചോദ്യം ചെയ്താൽ അവരെയൊക്കെ അവരുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഈ ഒരു സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് അവിടുന്ന് മൗനമാണെന്നേ ഉണ്ടാവുന്നത്. ഇത് ചോദ്യം ചെയ്യാതെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? ഞാൻ എന്ത് വിശ്വസിച്ച് ഞാൻ സർവകലാശാലയിൽ അഡ്മിഷൻ എടുക്കും? കാലിക്കറ്റ് സർവകലാശാലയിൽ ഞാൻ അഡ്മിഷൻ എടുക്കും അല്ലെ? ഇത് ചോദ്യം ചെയ്യേണ്ട വിഷയമല്ലേ? ഇത്തരം നടപടികൾക്കെതിരെ വിദ്യാർത്ഥി സംഘടനകളും നമ്മളുടെ ഇപ്പോൾ രാജ്യത്ത് നടന്നിട്ടുള്ള പ്രതിഷേധം പോലെ ഒരു കേരളം ഒന്നാകെ ഇത് പ്രതിഷേധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തേണ്ട ഒരു കാര്യമാണിത്. ഉറപ്പായിട്ടും റോജി എം ജോൺ ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും ഇത് ഇടപെടും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം സർവകലാശാലകളെ കുറിച്ചും കൃത്യമായ അറിവും അതിന് വേണ്ട പുതിയ നടപടികളൊക്കെ എടുക്കാൻ അത്രയും താല്പര്യമുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വിഷയമല്ല, നിരന്തരമായിട്ടുള്ള വിഷയം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.